സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബഹുജന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയിൽ നടപ്പാക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DMO ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം പ്രതിഷേധാർഹമാണെന്ന മുല്ലപ്പെരിയാർ സമരസമിതി. വാഴത്തോപ്പ് പഞ്ചായത്തിൽ LDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച പ്രതിഷേധം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ബഹുജന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സൂചകമായി സമരത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. വിഷയത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്തി റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നത് ഇനിയും വൈകുന്ന സാഹചര്യത്തിലാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ബഹുജന പ്രക്ഷോഭത്തിന് കളമൊരുങ്ങിയത്. വിഷയത്തിൽ സമാന മനസ്സുള്ളവരെ പങ്കെടുപ്പിച്ച് അടിമാലിയിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന സത്യാഗ്രഹ സമരം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. നേര്യമംഗലം മുതൽ വാളറ വരെ 14.5 കിലോമീറ്റർ പ്രദേശത്ത് വീതിയെടുക്കാതെ അത്യാവശ്യം വേണ്ടുന്ന വിധത്തിൽ അറ്റകുറ്റപ്പണി ചെയ്തുകൊള്ളാനുള്ള ഉത്തരവ് തലേദിവസം വരുന്നു. പിറ്റേ ദിവസം ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറെയും PCCF-നെയും അതുപോലെ സർവേ ഡയറക്ടറെയും കൂട്ടിച്ചേർത്ത് 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് തീരുമാനം പുറത്തിറക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരുന്നത്. ആ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ കാലങ്ങളായി. പ്രതിഷേധ സൂചകമായി സമരത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാർ ദേശീയപാത ഉപരോധിച്ചതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ദേശീയപാത സംരക്ഷണ സമിതി നേതാക്കൾ, കോൺഗ്രസ് UDF നേതാക്കൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. ആരോഗ്യമേഖലയിൽ നടപ്പാക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി DMO ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. IMA ഇടുക്കി ജില്ലാ ചെയർമാൻ ഡോക്ടർ തോമസ് എബ്രഹാം സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പുതുതായി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കുന്നതോടെ ചെറുകിട ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാകുമെന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ DMO ഓഫീസുകൾക്കു മുന്നിൽ പ്രതിഷേധ സമരപരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിനു മുൻപിൽ സംഘടിപ്പിച്ച സമരം IMA ഇടുക്കി ജില്ലാ ചെയർമാൻ ഡോക്ടർ തോമസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യ സേവനങ്ങൾക്ക് മാനദണ്ഡങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ചെറിയ ആശുപത്രികളെ വളരെയധികം ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ചെറിയ സിംഗിൾ റൂം പ്രാക്ടീസിൽ പോലും ഒരു ഡ്രസ്സിംഗ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യം ഒഴിവാക്കാനാണ് നമ്മൾ ഈ ധർണ നടത്തുന്നത്. ചെറിയ ചിലവിൽ ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുക, ചെറിയ ആശുപത്രികളെ സംരക്ഷിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ്
ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ടുവയ്ക്കുന്നത് എന്ന് IMA മെന്റൽ ട്രീറ്റ്മെന്റ് വിഭാഗം സംസ്ഥാന ചെയർമാൻ ഡോക്ടർ സുദർശനൻ പറഞ്ഞു. എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ അത് കോമൺ ആക്കി എടുക്കുകയാണ്. ഇതിനു വേണ്ടി ഡോക്ടർമാരുടെ ധാരണയാണ് DMO ഓഫീസിൽ. കാസർഗോഡ് മുതൽ കന്യാകുമാരിയുള്ള എല്ലാ ഡോക്ടർമാരും കൺസേൺഡ് ആയിട്ടുള്ള DMO ഓഫീസിൽ ഈ ധർണ നടത്തുകയാണ്. ഈ ധർണ ജില്ലാ കൺവീനർ ഡോക്ടർ വിവേക് അധ്യക്ഷത വഹിച്ചു. മറ്റു ഭാരവാഹികളായ ഡോക്ടർ മുരുകേശൻ, ഡോക്ടർ രാധ, ഡോക്ടർ മുത്തുരാജൻ, ഡോക്ടർ ജോളി വർഗീസ്, ഡോക്ടർ CV ജേക്കബ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. മുല്ലപ്പെരിയാർ വിഷയത്തെ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം പ്രതിഷേധാർഹമാണെന്ന മുല്ലപ്പെരിയാർ സമരസമിതി. സ്വകാര്യ അന്യായത്തിലൂടെ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് അനുകൂലമായി ചില നിർദ്ദേശങ്ങളുണ്ടായിട്ടും പ്രയോജനപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നും സമരസമിതി കുറ്റപ്പെടുത്തി. സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിലും കാലതാമസമില്ലാതെ കേരളത്തിന്റെ പരാതികൾ ബോധിപ്പിക്കുന്നതിലും വീഴ്ചയുണ്ടായി. ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തിലൂടെ 2022 സുപ്രീം കോടതി വിധിയിൽ അന്തർദേശീയ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സംയുക്ത ഡാം സുരക്ഷാ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിലെ പുരോഗതി സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കണം. കേരളത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി റിപ്പോർട്ട് നൽകിയ ജസ്റ്റിസ് KV തോമസിനെ അംഗീകരിക്കുകയും അനുകൂല വിധി നേടിത്തന്നവരെ തള്ളിക്കളയുകയും ചെയ്യുന്നത് ഖേദകരമാണ്. ഗവൺമെന്റ് ഇപ്പോഴും ഈ വിഷയത്തിൽ ഉദാസീനത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് തീരത്തുള്ളവർക്കും ഈ പ്രശ്നത്തെ എത്രയും പെട്ടെന്ന് പരിഹാരത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ 3 കോടി വരുന്ന ജനങ്ങൾക്കും ആശങ്ക അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഗൗരവമേറിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ഈ വിഷയത്തെ മരം മുറിക്കാനും ബേബി ഡാം ബലപ്പെടുത്താനുമുള്ള വിധികൾ തമിഴ്നാട് നേടിക്കഴിഞ്ഞു. കേരളം അലംഭാവം കാട്ടുമ്പോൾ 152 അടി ജലനിരപ്പ് എന്ന പ്രഖ്യാപിത നിലപാടിലേക്ക് തമിഴ്നാട് കടന്നുകയറും. 2025 ഡിസംബറിൽ നടത്തിയ റിമോട്ടിംഗ് സെൻസറിംഗ് വെഹിക്കിൾ പരിശോധനാ റിപ്പോർട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജാഥകൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുല്ലപ്പെരിയാർ വിഷയത്തിലെ തുടർ നിലപാട് വ്യക്തമാക്കണം. പൊതുതിരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ പ്രകടന പത്രികയിലും ഇക്കാര്യം വ്യക്തമാക്കണമെന്നും സംസ്ഥാന ബജറ്റിൽ മുല്ലപ്പെരിയാർ പരാമർശമില്ലാത്തതിലും മറുപടി നൽകണമെന്നും ഫാദർ ജോയി നിരപ്പേൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക, ഈ ഡാം ബലവത്താണോ ബലഹീനമാണോ. നമ്മൾ സമരം തുടങ്ങി അന്ന് മുതൽ ആവശ്യപ്പെട്ടു. ജോജ സാറ് ഈ കാര്യത്തിൽ ഒരു അനുകൂലമായ വിധി സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നേരിട്ട് ഇത് പറയാൻ സുപ്രീം കോടതി സാധിക്കാൻ അപ്പൊ നമ്മുടെ ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റിനെ അത് താഴ്ത്തിക്കെട്ടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അതാണ്. പെരിയാറിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മഴക്കാലത്തിനു മുമ്പ് നീക്കി നീരൊഴുക്ക് സുഗമമാക്കണം. ഈ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനും കേന്ദ്ര ജലമന്ത്രാലയത്തിനും പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മുഖ്യരക്ഷാധികാരി ഫാദർ ജോയ് നിരപ്പേൽ, ചെയർമാൻ ഷാജി ജോസഫ്, സുപ്രീം കോടതി പെറ്റീഷണർ ഡോക്ടർ ജോ ജോസഫ്, ജനറൽ കൺവീനർ സിബി ജോസഫ്, റോജി സലിം എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. വാഴത്തോപ്പ് പഞ്ചായത്തിൽ LDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച് പ്രതിഷേധം നടത്തി. ഫണ്ട് വകമാറ്റവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗം രാഷ്ട്രീയ സംഘർഷത്തിനിടെ ബഹിഷ്കരിച്ച് പ്രതിഷേധവുമായി LDF അംഗങ്ങൾ രംഗത്ത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഫണ്ടുകൾ പുതിയ ഭരണസമിതി വന്നതിനു പിന്നാലെ വകമാറ്റി ചെലവഴിച്ചെന്നും പല വികസന പദ്ധതികളും ഉപേക്ഷിച്ചെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. PM-MEY ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നടപടികളാണ് നിലവിലെ UDF ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. മണിയാറഞ്ഞൂടി ഓപ്പൺ ജിം, തടിയമ്പാട് ബസ് സ്റ്റാൻഡ് നിർമ്മാണം, ചെറുതോണി ടേക്ക് എ ബ്രേക്ക് പദ്ധതി, 10ാം വാർഡിലെ ശ്മശാനം എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പുതിയ ഭരണസമിതി അട്ടിമറിച്ചതായും പ്രതിപക്ഷ അംഗം സിജി ചാക്കോ ആരോപിച്ചു. ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാർഡിലെ പ്രോജക്റ്റുകളെല്ലാം മാറ്റിയപ്പോൾ, പ്രത്യേകിച്ചും തടിയമ്പാട്ട് ബസ് സ്റ്റാൻഡ്, ഗാന്ധിനഗറിലെ വീട് മെയിൻ്റനൻസ്, ചെറുതോണിയിലെ ടേക്ക് എ ബ്രേക്ക്, മണിയാറൻകുടിയിലെ ഓപ്പൺ ജിമ്മ്, പൈനാവിലെ ഏക്കർ സ്ഥലത്തിന് ചുറ്റും മതില് കല്ലിട്ട് വേലി കെട്ടിത്തിരിക്കുന്നതിനുള്ള പൈസ, ഇങ്ങനെ DPR പൈസ, ഇങ്ങനെ ഉൾപ്പെടെയുള്ള പൈസകളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും ആലോചിക്കാതെ ഇവരത് മാറ്റി.
ആ മാറ്റിയിട്ട് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഞങ്ങളെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളോട് നിരന്തരം കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. DPCക്ക് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ലിസ്റ്റിന്റെ കോപ്പി പോലും തരുന്നത്. എന്നാൽ ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് രംഗത്തെത്തി. പദ്ധതികളിലെ മാറ്റങ്ങളെല്ലാം LDF അംഗങ്ങൾ പങ്കെടുത്ത കമ്മിറ്റിയിലെ തീരുമാനപ്രകാരമാണെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പദ്ധതി നിർവഹണ ഓഫീസർമാരോടൊപ്പം ചേർന്നാണ് പദ്ധതികൾ പുനഃക്രമീകരിച്ചതെന്നും ഇതിന്റെ തെളിവായി യോഗ മിനിറ്റ്സ് രേഖകളും ഹാജരാക്കിയിട്ടുണ്ടെന്നും ആൻസി തോമസ് പറഞ്ഞു. പ്രതിപക്ഷ മെമ്പർമാര് നമ്മളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ എല്ലാ കമ്മിറ്റികളിലും ഇവർ 13-14 പേര് പങ്കെടുത്ത മിനിറ്റ്സ് സഹിതം ഇവിടെയുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പോയതിന് ശേഷം ചെറുതോണി പാർട്ടി ഓഫീസിൽ പോയിരുന്ന് ചർച്ച ചെയ്തിട്ട് വന്നിരുന്ന് പ്രോജക്റ്റ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇത് പല സ്ഥലങ്ങളിലും നടപ്പിലാക്കാവുന്ന പദ്ധതികളായിരുന്നില്ല വെച്ചത്. തനതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് വെച്ച പദ്ധതികൾ നടപ്പിലാകില്ല. ഈ ദിവസങ്ങളിൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടില്ല, ഒരു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല, എഗ്രിമെന്റ് വച്ചിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതി ലൈഫ് ഭവന പദ്ധതിയിലെ ഫണ്ടുകൾ തിരിച്ചടയ്ക്കാതിരുന്നതിനെ തുടർന്ന് ഏകദേശം 1.5 കോടിയിലധികം രൂപയുടെ ബാധ്യത പഞ്ചായത്തിനുണ്ടാക്കിയതായും പ്രസിഡന്റ് ആരോപിച്ചു. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഫണ്ട് ലാപ്സ് ആകാതിരിക്കാൻ പദ്ധതികൾ മാറ്റേണ്ടി വന്നതാണെന്നും പ്രസിഡന്റ് പറയുന്നു. അതേസമയം തങ്ങൾ പങ്കെടുത്ത യോഗങ്ങളിൽ ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ലെന്നും പിന്നീട് മിനിറ്റ്സിൽ ചേർത്തതാണെന്നും LDF അംഗങ്ങളായ പ്രഭാ തങ്കച്ചൻ, അമ്മിണി ജോസ്, രാജു കല്ലറയ്ക്കൽ, നൌഷാദ് ഇബ്രാഹിം എന്നിവർ ആരോപിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ ഭരണപ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സംഭവത്തിൽ വ്യക്തത വരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം ഈ മാസം 15-ന് നടക്കും. മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രം മഹാശിവരാത്രി ദിനത്തിൽ പുലർച്ചെ 5:30-ന് നട തുറപ്പോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം. 5:35-ന് നിർമാല്യ ദർശനം, തുടർന്ന് അഭിഷേകം, മലർ നിവേദ്യം, രാവിലെ 6-ന് ഉഷപൂജയും 6:30-ന് ശിവരാത്രി ദിനത്തിലെ വിശേഷാൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. രാവിലെ 8-ന് വിശേഷാൽ പൂജയും തിരുനടയിൽ പറനിറയ്ക്കലും ഉച്ചപൂജയ്ക്ക് ശേഷം പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും. തുടർന്ന് വൈകിട്ട് 5:30-ന് NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന താലപ്പൊലി ഘോഷയാത്ര രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കും. 6:40-ന് ദീപാരാധന, 7:30-ന് അത്താഴപൂജ, രാത്രി 8 മുതൽ ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ ശിവരാത്രി പൂജയും കലശാഭിഷേകവും നടക്കും. രാത്രി 12-ന് മഹാശിവരാത്രി പൂജയും തുടർന്ന് നാലമ്പലത്തിനുള്ളിൽ അഖണ്ഡ നാമജപവും ഉണ്ടായിരിക്കും. ക്ഷേത്രാചാരങ്ങൾക്കും വിശേഷാൽ പൂജകൾക്കും മേൽശാന്തി M. പുരുഷോത്തമൻ, സതീഷ് ശാന്തി, മോഹനൻ ശാന്തി, രതീഷ് ശാന്തി, മണികണ്ഠൻ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് മഹാപ്രസാദകൂട്ട്, വൈകുന്നേരം NRCT ഗുരുദേവ ക്ഷേത്ര അങ്കണത്തിൽ നിന്നും ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് ശ്രീ MP ശ്രീകുമാർ സാറ്, യോഗത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ രമേശേണ്ണന്, യൂണിയൻ സെക്രട്ടറി ശ്രീ ലതീഷ് കുമാർ, ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സാബു വാവളക്കാട്ട്, വൈസ് പ്രസിഡന്റ് ശ്രീ VS ബിജു, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, NRCT ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി, മറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ, വനിതാ സംഘം യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, കുടുംബ യൂണിറ്റ് പ്രവർത്തകരുടെ സഹകരണത്തോടെ ഈ വർഷത്തെ ശിവരാത്രി ഘോഷയാത്ര NRCTയിൽ നിന്നും 5:30-ന് ആരംഭിക്കുകയും 7 മുതൽ ക്ഷേത്രത്തിലെ സ്റ്റേജിൽ സോപാന സംഗീതാർച്ചന ആശാ സുരേഷിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതും 9:30 മുതൽ ആലപ്പുഴ ഇപ്റ്റായുടെ നാടൻപാട്ട് വേദിയിൽ അവതരിപ്പിക്കുന്നതുമാണ്. അതിനുശേഷം 12 മണിക്ക് ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട പൂജയായ ശിവരാത്രി യാമപൂജ 12 മണിക്ക് ആരംഭിക്കുന്നതും ക്ഷേത്ര ആചാരച്ചടങ്ങുകൾക്കും മറ്റ് കലാപരിപാടികൾക്കുമെല്ലാം ഭക്തജനങ്ങളുടെ സാന്നിധ്യവും സഹകരണവും സഹായവും ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ 16-ാം തീയതി രാവിലെ 6 മണി മുതൽ ശിവരാത്രിക്ക് പിറ്റേ ദിവസം നടക്കുന്ന ബലിതർപ്പണത്തിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യവും എല്ലാം ഉണ്ടായി നമ്മുടെ പിതൃക്കൾക്ക് വേണ്ട മോക്ഷത്തിന് വേണ്ട ബലിതർപ്പണത്തിൽ പങ്കെടുക്കണമെന്നും ക്ഷേത്രത്തിന് വേണ്ടി അറിയിച്ചുകൊള്ളുന്നു.
വൈകിട്ട് 7 മുതൽ കുമാരി ആശാ സുരേഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, തുടർന്ന് ആലപ്പുഴ ഇപ്റ്റ നാട്ടരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് എന്നിവ അരങ്ങേറും. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് SNDP രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയും വർണ്ണാഭമായ ഘോഷയാത്രയോടെയും രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഭക്തർക്കായി ഒരുങ്ങുകയാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനി ചെറിയൊരിടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൈകൾ കോർത്തു പിടിച്ച വീണ്ടും വിദ്യാലയത്തിലേക്ക്. പഴയ സഹപാഠികളെ കണ്ടും കെട്ടിപ്പിടിച്ചും കിന്നാരം പറഞ്ഞും ഒരു വട്ടം കൂടി പഴയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ് മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗൊരോത്തി UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. പഴയ ചങ്കുകളെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സുവർണ ജൂബിലി സംഗമം മറക്കാനാവാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ സുവർണ ജൂബിലിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ഓർമ്മച്ചെപ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. പ്രവർത്തനം ആരംഭിച്ച 1976 മുതൽ 2026 വരെയുള്ള വിദ്യാർത്ഥികളുടെ സംഗമത്തിനാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ആത്മമിത്രങ്ങളെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും ഫോട്ടോയും എടുത്താണ് കൂട്ടുകാർ പിരിഞ്ഞത്. ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം മൂന്നാർ DYSP ചന്ദ്രകുമാർ S ഉദ്ഘാടനം ചെയ്തു.
നാടിന്റെ യശസ്സുയർത്തിയ വിദ്യാലയമാണ് മുരിക്കുംതൊട്ടി സെന്റ് മരിയ ഗൊരേത്തി UP സ്കൂൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ഡിവൈഎസ്പി ചന്ദ്രകുമാർ സാറ്, പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ഈ 75 കാലഘട്ടത്തിൽ സ്കൂളെന്നൊക്കെ പറയുമ്പോഴേക്കും വളരെ ചിലവേറിയ ഒരു സംരംഭമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നെ ഇത് ആരംഭിക്കുകയും ഒരുപാട് തലമുറകൾക്ക് അറിവും വെളിച്ചവും വിവേകവും പകർന്ന് ഇന്നിപ്പോൾ 2026 50 വർഷം പൂർത്തിയാക്കി ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേറിട്ട അനുഭവമായി മാറി. സിറ്റി വിഷൻ രാജകുമാരി. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികൾ നടന്നു. പരിപാടിയുടെ ഭാഗമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. വാർഷികാഘോഷം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. സ്വാഗതരംഗ അവതരണത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. PTA പ്രസിഡന്റ് രമേശ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ K. അംബുജാക്ഷൻ, സിബി ജോസഫ് എന്നിവർക്ക് യാത്രയയക്കും പുതുതായി തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് ആദരവും നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, PTA, SMC ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. അടിമാലി അക്സ ഇസ്ലാമിക് അക്കാദമിയുടെ 10ാം വാർഷികവും 2ാം ബിരുദദാന മഹാസമ്മേളനവും നാളെ നടക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷൈഖുന CA മൂസ മൗലവി MA MFB മൂവാറ്റുപുഴ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഷൈഖുന ES ഹസൻ ഫൈസി പെരുമ്പാവൂർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിക്കും. കഴിഞ്ഞ 10 വർഷമായി ആത്മീയ വിജ്ഞാന രംഗത്ത് അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അക്സ ഇസ്ലാമിക് അക്കാദമി. അക്കാദമിയുടെ 10ാമത് വാർഷികവും 2ാം ബിരുദദാന മഹാസമ്മേളനവുമാണ് നാളെ വൈകിട്ട് 7-ന് അടിമാലി മന്നാംകാല അക്സ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ളത്. ഷൈഖുന CA മൂസ മൗലവി MA MFB മൂവാറ്റുപുഴ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഷൈഖുന ES ഹസൻ ഫൈസി പെരുമ്പാവൂർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിക്കും. സമ്മേളന നടത്തിപ്പിനായി വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2ാമത് ബിരുദദാന സമ്മേളനം ഫെബ്രുവരി 15 ഈ ഞായറാഴ്ച വൈകിട്ട് 7 മണി മുതൽ അടിമാലി മന്നങ്കാലയിലുള്ള അക്സ ക്യാമ്പസിൽ നടക്കുകയാണ്. ഈ ബൃഹത്തായ പരിപാടിയിലേക്ക് ജാതിമത ഭേദമന്യേ മുഴുവൻ ബഹുജനങ്ങളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിയിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ഷെയ്ഖുന O. അബ്ദുറഹ്മാൻ ഹസരത്ത് ഉസ്താദ് അവர்கள், നിസാർ പെരുങ്ങാട്ട് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ അക്സ ചെയർമാൻ നിസാർ ബാഖവി ആമുഖ പ്രഭാഷണം നടത്തും. നൌഷാദ് ബാഖവി ചിറയിൻ കീഴ് മുഖ്യപ്രഭാഷണവും അടിമാലി ഇമാം ഷാജിറുദ്ദീൻ ബാഖവി പ്രഭാഷണവും അഷ്റഫ് ഫൈസി മന്നാങ്കാല, മുഹമ്മദ് ഷമീർ അമാനി തൊടുപുഴ എന്നിവർ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കും. ഷൈഖുന ഖാലിദ് ഉസ്താദ് പാനിപ്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് അബൂ തൽഹ ES ഹസൻ ഫൈസി സനദ് ദാനം നിർവഹിക്കും.
ഹാഫിസ് മുഹമ്മദ് അർഷാദ് ഫലാഹി, നവാസ് മീറാൻ, സയ്യിദ് മുഹമ്മദ് മൂലേത്തൊട്ടി, ബഷീർ പഴമ്പള്ളി താഴം, ഫരീറുദ്ദീൻ മന്നാനി തുടങ്ങിയവർ സംസാരിക്കും. സിറ്റി വിഷൻ, അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ, വെള്ളി 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബഹുജന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയിൽ നടപ്പാക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DMO ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം പ്രതിഷേധാർഹമാണെന്ന മുല്ലപ്പെരിയാർ സമരസമിതി. വാഴത്തോപ്പ് പഞ്ചായത്തിൽ LDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ച പ്രതിഷേധം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.